ഈ ആൺകുട്ടികളും പെൺകുട്ടികളെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ സങ്കടം അല്ലെങ്കിൽ ഹാർട്ട് ബ്രേക്ക് ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ് മുടി കൊഴിച്ചിൽ എന്ന് പറയുന്നത്. മുടി കൊഴിച്ചിൽ മാത്രമല്ല, മുടിൻ്റെ ഉള്ളു തീരില്ലാണ്ടിരിക്കുക, മുടി വളരാണ്ടിരിക്കുക, അതൊക്കെയല്ലേ. മുടി പോയി കഴിഞ്ഞാൽ അത് വെക്കാനായിട്ട് ഇപ്പോൾ ഒരുപാട് പുതിയ പുതിയ ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. എന്നാലും നാച്ചുറലായിട്ടുള്ള മുടി ഉണ്ടാകുമ്പോൾ കിട്ടുന്നൊരു സന്തോഷം അതൊന്നും വേറെ തന്നെയല്ലേ. ഇതെൻ്റെ അമ്മയ്ക്ക് എൻ്റെ അമ്മമ്മ പറഞ്ഞു കൊടുത്തൊരു പഴയ റെസിപ്പിയാണ് കേട്ടോ. നമ്മളെ പുറമെ എന്ത് തന്നെ ഹെയറിൽ പുരട്ടിയാലും ഉള്ളിലേക്ക് കഴിക്കുന്ന സാധനങ്ങളും ഹെയർ ഗ്രോത്തിന് നല്ലതുപോലെ എഫക്റ്റ് ചെയ്യും. അപ്പോൾ ഇത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞുതരാം. ആദ്യം ഈ കറിവേപ്പില നല്ലതുപോലെ കഴുകിയെടുത്ത ശേഷം ഒന്ന് ചൂടാക്കുക. പെട്ടെന്ന് പൊടിഞ്ഞു വരുന്ന രീതിയിൽ വേണം ചൂടാക്കി എടുക്കാനായിട്ട്. പിന്നെ കുറച്ച് നെയ്യ് ഒഴിച്ച് അതിലേക്ക് ഒരു അരക്കപ്പ് തേങ്ങയും ഫ്ലാക്സ് സീഡും കറുത്ത എള്ളും, എള്ള് കുറച്ച് കൂടിയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ, എല്ലാം കൂടി നല്ലതുപോലെ വറുത്തെടുക്കണം. ഫ്ലാക്സ് സീഡ് പൊട്ടി തുടങ്ങി ഒരു 1-2 മിനിറ്റ് ആകുമ്പോഴേക്കും ഇത് അടുപ്പിൽ നിന്ന് മാറ്റി വെച്ചേക്കണം കേട്ടോ. ഇനി ഇതിലേക്ക് കുറച്ച് ശർക്കര കൂടി ഇട്ട്, ശർക്കര അല്ലെങ്കിൽ കരിപ്പൊട്ടി ഇട്ട് നല്ലതുപോലെ മിക്സിയിലിട്ട് അടിച്ചെടുക്കുക, മീൻസ് പൊടിച്ചെടുക്കുക. പിന്നെ ഈ ശർക്കര ആണെങ്കിലും കരിപ്പൊട്ടി ആണെങ്കിലും മധുരം എത്ര വേണോ അതിനനുസരിച്ച് മാത്രം ഇടുക. ഇനി ശർക്കര പാവവും കരിപ്പൊടി പാവം ഉണ്ടാക്കി ഈ പൊടി അതിലേക്ക് ഇട്ട് മിക്സ് ആക്കണം. ഒന്ന് തണുത്ത ശേഷം ചെറിയ ചെറിയ ഉണ്ടകളാക്കി എടുത്ത് ഒരു എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു ബോക്സിൽ വെച്ച് അടച്ചേക്കുക. എല്ലാ ദിവസവും രാവിലെ എണീക്കുമ്പോൾ തന്നെ ഓരോന്ന് വീതം കഴിക്കുക. മുടി വളരാൻ വേണ്ടിയിട്ട് എന്തൊക്കെ പ്രോഡക്റ്റ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടല്ലേ, എത്രയോ കാശ് ചിലവാക്കുന്നുണ്ട്. വളരെ ഈസി ആയിട്ട് നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഈ ഒരു റെസിപ്പി നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അത്രേ ഉള്ളൂ.